ഒന്നുകിൽ പച്ച, മാക്സിമം ചിലപ്പോൾ എങ്ങാനും, എന്നാലും റെഡ് കുറവായിരുന്നു. കാരണം ഫ്ലാഷി ആക്കാറില്ല നമ്മൾ, കുറച്ചുകൂടെ സട്ടിലാണ് നമ്മുടെ ഷട്ടിൽ. പച്ച ഒരു വലിയ, എനിക്കതെന്താ അറിയില്ല. ഇനി ഈ പച്ച ഈ കേരളത്തിന്റെ ആ പച്ച അത് തന്നെ അതുകൊണ്ടാറിയില്ല. നല്ല ഭംഗിയാ കസവും വെച്ചിട്ട്. പിന്നെ ആദ്യം ഞാനൊന്നും ചെയ്യുമ്പോ എനിക്ക് ഇങ്ങനെ തുന്നിച്ചതൊന്നുമില്ല, ഞാൻ തന്നെ തുന്നിയതാ. പിന്നെ ഞാൻ കോസ്റ്റ്യൂമൊക്കെ തുന്നുമായിരുന്നു. ഞാൻ പറഞ്ഞില്ല, എനിക്ക് ടോട്ടൽ പ്രാന്താണ് ഈ അതിനോട് അത്രയും ക്രേസാണ്, ഭയങ്കര ക്രേസാണ്, വലിയ ഇഷ്ടമായി ഡാൻസ്. അങ്ങനെയാണ് മോനിഷ 6 വയസ്സിൽ ഡാൻസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ സാറ്റിസ്ഫൈഡ് ആയി. പിന്നെ അവൾ അരങ്ങേറ്റം നടത്തി. പിന്നെ എനിക്ക് സ്വപ്നമയമായിരുന്നു. ഇപ്പം മോനിഷ ചേച്ചി പറയാ കലാതിലകമായിട്ടാണ്, കലാതിലകൊന്നും മോനിഷ ബാംഗ്ലൂരെ മാത്രമേ പഠിച്ചിട്ടുള്ളൂ. വിനീതേട്ടനൊക്കെ പങ്കെടുക്കുന്ന സമയത്ത് അതൊക്കെ വേറെ. വിനീത് ബാംഗ്ലൂർ, ബോൺ ആൻഡ് ബോട്ടപ്പ് ഇൻ കേരള. മോനിഷ ബോൺ ആൻഡ് ബോട്ടപ്പ് ഇൻ ബാംഗ്ലൂർ, പഠിച്ചിരിക്കുന്നത്. അവിടുത്തെ പത്മിനി പ്രിയദർശിനി പറഞ്ഞിട്ടുള്ള പണ്ട് അവര് മരിച്ചുപോയി, അവര് ആക്ട്രസ് ആയിരുന്നല്ലോ. അവരുടെ ഭരതനാട്യം തുടങ്ങിയിട്ട് 9 വയസ്സിൽ ചെയ്തത്. പിന്നെ അടയാർ ലക്ഷ്മൺ സാറിന്റെ അടുത്ത് പഠിച്ച്. മോനിഷ കേരളത്തിൽ പഠിച്ചിട്ടില്ല, സ്കൂളും കൂടി പഠിച്ചിട്ടില്ല, കലാതിലകൊന്നും ആയിട്ടില്ല. അല്ല, അന്നത്തെ കാലത്ത് അവിടെ ബാംഗ്ലൂരിൽ അവിടെ എങ്ങനെയാന്ന് വെച്ചാൽ ദീപിക ചിൽഡ്രൻസ് ലീഗ് എന്ന് പറഞ്ഞിട്ട് എല്ലാ കൊല്ലം കുട്ടികളുടെ ഒരു കോമ്പറ്റീഷൻ എല്ലാ സ്കൂൾസിന്റെ. അതിൽ 5 വർഷം അവൾ തന്നെ ആയിരുന്നു ഫസ്റ്റ് കിട്ടുന്നത്. അപ്പൊ മോനിഷ വരുമ്പോഴേക്കും മറ്റേ കുട്ടികളെ മുഖമൊക്കെ വാടും. വന്നു കഴിഞ്ഞാൽ അറിയാം അവക്കാണ് കിട്ടുക. അപ്പൊ അവളത് മനസ്സിലാക്കി. 5 വർഷം കഴിഞ്ഞ് പറഞ്ഞ ഐ വിൽ നോട്ട് കമ്പീറ്റ് എനി മോർ അമ്മ. ഞാൻ പറഞ്ഞു വേണ്ട, അവർ പാവം, അവരൊക്കെ ഞാൻ ചെല്ലുമ്പോൾ തന്നെ അവരുടെ മുഖമൊക്കെ ഇങ്ങനെ മാറും, എനിക്കതൊന്നും കാണാൻ പറ്റില്ല. ഞാൻ ഏതായാലും പ്രൊഫഷണൽ സ്റ്റേജിലേക്ക് പോവും, അതുകൊണ്ട് അവരുടെ കൂടെ ഇനി ഞാൻ ചെയ്യാൻ പാടില്ല. എന്നിട്ട് അവിടുത്തെ ഫാദേഴ്സൊക്കെ വിളിച്ചു പറഞ്ഞു മനുഷ്യ പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ എങ്കിലും ചെയ്യണം പറഞ്ഞിട്ട് അവളെ പ്രോഗ്രാമായിട്ട് ചെയ്യിപ്പിച്ചു. ഇതൊക്കെ എൻ്റെ അനുഭവങ്ങളാണ്. അപ്പോൾ അവൾ അത്ര നന്നായി ഡാൻസ് ചെയ്യുന്നു. പിന്നെ അത് കമലദളം കിട്ടിയപ്പോഴാണ് അവൾക്ക് ഏറ്റവും സന്തോഷം. ഡാൻസറായി തന്നെ ഭയങ്കര സന്തോഷമായിരുന്നു അത്. എനിക്ക് അതിലേക്ക് എത്തുന്നതിന് മുന്നേ മോനിഷ ചേച്ചിയുടെ സിനിമയിലേക്കുള്ള വരവിനെ കുറിച്ച്, കാരണം എന്ന് വെച്ചാല് ആദ്യത്തെ സിനിമയിൽ തന്നെ നാഷണൽ അവാർഡ് കിട്ടുക, അതും 14 വയസ്സിലാണ് നക്ഷത്രങ്ങൾ അവളെ ചെയ്തത്. ചെറിയ പ്രായത്തില് അത്രയും വലിയ പെർഫോമൻസ് കാഴ്ചവെക്കുന്നു, അവാർഡ് കിട്ടുന്നു. അപ്പൊ ആ സിനിമയിലേക്കുള്ള വരവ്, അതും വലിയ നമ്മളൊക്കെ സ്വപ്നം കാണുന്ന പോലത്തെ ഒരു ടീം, MT സാറും ഹരിഹരൻ സാറും. അതെന്റെ വലിയ സ്വപ്നമായിരുന്നു. ആണോ? പിന്നെ ആഗ്രഹമായിരുന്നു, എനിക്ക് ആണെന്നായിരുന്നല്ലേ കുട്ടിക്കാലം മുതൽക്ക്. എനിക്ക് സിനിമയിൽ കയറാൻ വേണ്ടി ഞാൻ അമ്മയോട് എത്ര പ്രാവശ്യം വന്നിട്ടുണ്ട്. AVM സ്റ്റുഡിയോക്കാർ ചോദിച്ചതാ, മദ്രാസിലെ ഞങ്ങൾ ട്രിപ്പ് പോയപ്പോ AVM സ്റ്റുഡിയോ കാണാൻ കൊണ്ടേ. അപ്പൊ അവര് വന്ന് ചേച്ചീനെ എന്നെയും ചോദിച്ചിട്ട് അവര് പറഞ്ഞു 2 കൊല്ലത്തിന് നമ്മൾ എഴുതി കൊടുക്കണം കുട്ടികളെ. പിന്നെ 2 കൊല്ലത്തിന് നമുക്ക് കാണാൻ കൂടി പറ്റില്ല. തമിഴ്നാട് അവിടെ 2 years ആണ് ഒരു ഷൂട്ട് നടക്കുന്നത് അവിടെ, ഒരു സിനിമയുടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ്. അത്രയും ടൈം എടുക്കും. അപ്പൊ ഞാനാണെങ്കിൽ ഇത് അധികം പ്രായമൊന്നുമല്ല, ഒരു 10-12 വയസ്സുള്ളൂ. അപ്പൊ ഞാൻ അമ്മയോട് പറഞ്ഞു എന്നെ ഒന്ന് വിടുമെന്ന്. കൊറേ ചോദിച്ചു, കരഞ്ഞു, ബഹളം കൂട്ടി. അമ്മ പറഞ്ഞു വിടില്ല പറഞ്ഞു. സജു അമ്മ പറഞ്ഞു എന്താ നീ പറയണത്, നിന്നെ മദ്രാസിലെ സിനിമയ്ക്ക് വിടാനോ? അത് നമ്മുടെ നാട്ടിൽ ആലോചിച്ചു, കോഴിക്കോട്. ഇന്നത്തെ കാലത്ത് പോലും പ്രശ്നമല്ല. അന്ന് പിന്നെ അത്ര ബുദ്ധിമുട്ടില്ലല്ലോ. ഇന്നിപ്പോ എല്ലാവരും അറിയില്ല, സംസാരിക്കാനൊക്കെ അറിയില്ല. അന്ന് ചെറിയ പെമ്പിള്ളേരല്ലേ, അവർ നേരെ അങ്ങോട്ട് പുറത്തേക്ക് ഇടാൻ അവര് തയ്യാറില്ല. പ്രൊട്ടക്റ്റഡ് ലൈഫിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇടാൻ കൊള്ളൂല അവര് വസ്ത്രം കൊള്ളില്ല. അതാണ് പണ്ടത്തെ കുട്ടികൾ. എക്സ്പോഷർ കിട്ടാണ്ടിങ്ങനെ അറിയില്ലല്ലോ, എല്ലാരും വിശ്വസിക്കും. അങ്ങനെയുള്ള ഒരു ഇന്നസെൻസ് ആണല്ലോ അന്ന് ഉണ്ടായത്. കാരണം അറിയില്ല, അപകടങ്ങളെ പറ്റി അറിയാത്തൊരു കാലം, പുറം ലോകത്തിൻ്റെതായ പ്രശ്നങ്ങളൊന്നും അല്ല. അപ്പൊ എന്നെ വിളിച്ചു അടിച്ചാൽ ഞാൻ അമ്മ എന്നെ ഒന്ന് പറഞ്ഞു. അപ്പൊ അമ്മ എന്നോടൊരു വാക്ക് പറഞ്ഞു, കുറേ ശല്യം സഹിക്കാനുണ്ട്. അപ്പം ഇടയ്ക്കിടയ്ക്ക് എനിക്ക് സിനിമ പോകണം, എനിക്ക് സിനിമയിൽ പോകണം. ഞാൻ പിന്നെ എനിക്ക് സിനിമയൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടം, സിനിമ ഭ്രാന്താ എനിക്ക്. അപ്പോൾ അധികം കാണാൻ അപ്പോഴും ഹിന്ദി സിനിമകളാണ്. മലയാളം കാണും, മലയാളത്തിൽ ഇങ്ങനെ അത്രക്ക് സിനിമകളല്ലേ കാണും. ഹിന്ദിയിലാകുമ്പോൾ കുറെ ഗ്ലാമറൊക്കെ ഭയങ്കര ഗ്ലാമറല്ല, കുറച്ചുകൂടെ റിയലിസ്റ്റിക് സാധനങ്ങളാണല്ലോ. ആണ്. പക്ഷെ അന്നത്തെ റിയലിസ്റ്റിക് നമുക്കൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല. വളരെ കുറച്ച് സിനിമകളല്ലേ കാണുന്നത്. പിന്നെ ഇത് ഭയങ്കര രസമാണ്, പാട്ട്. പിന്നെ കാശ്മീരൊക്കെ ഷൂട്ട് ചെയ്യുക അവര്, നല്ല സ്ഥലങ്ങളൊക്കെ കാണാനൊക്കെ ഭയങ്കര ഭയങ്കര ക്രേസായിരുന്നു എനിക്ക്. അപ്പൊ അമ്മ എൻ്റെ അടുത്തൊരു വാക്ക് പറഞ്ഞു,
നീ വലിയ കുട്ടിയായിട്ട് നിന്റെ കല്യാണം കഴിഞ്ഞിട്ട് നിനക്കൊരു പെൺകുട്ടി ഉണ്ടായിട്ട് നീ സിനിമയെ പറഞ്ഞേക്കുമെന്ന് ഞാനൊന്ന് കാണട്ടെ. ആഹാ. ആ അങ്ങനെ ചോദിച്ചു അമ്മനോട് വലിയൊരു. അപ്പം ഞാൻ ഒന്നും മിണ്ടിയില്ല. ഞാൻ അവിടെ സിനിമ കയറി ഞാൻ മെല്ലെ ചെന്ന് അമ്മ അങ്ങനെ സിനിമയുടെ കാര്യം അമാസേട്ടനും അങ്ങനെയുള്ള ഓരോ വരവ് ഇതിലേക്ക്. അപ്പം എൻ്റെ അമ്മ പറയണേ, അപ്പം എൻ്റെ ഹസ്ബൻഡ് കുട്ടൻ എന്നാണ് വിളിക്കുക. അപ്പം അമ്മ കുട്ടൻ എന്തെങ്കിലും തീർച്ചയാക്കിയാൽ അത് ശരിയായിരിക്കും. എനിക്കല്ല ക്രെഡിറ്റ്, കുട്ടൻ അവളച്ഛനല്ലേ, മരുമകൻ അവളച്ഛനല്ലേ, അച്ഛൻ തീർച്ചയാക്കും മകളെ എങ്ങനെയാ വേണ്ടത്. അതുകൊണ്ട് കുട്ടൻ നിശ്ചയം എപ്പോഴും ശരിയാ. ക്രെഡിറ്റ് നമുക്കൊന്നുമില്ലല്ലേ. അതല്ല. അപ്പം ഞാൻ അങ്ങനെ ആലോചിച്ച് ഞാൻ മനസ്സിൽ പറയാൻ ധൈര്യമില്ല അമ്മേനോട്. അമ്മ പറഞ്ഞില്ലേ എനിക്കൊരു പെൺകുട്ടി ഉണ്ടായ അന്ന് പറഞ്ഞത് എന്ത് എനിക്ക് 14 വയസ്സുള്ള അമ്മനോട് പറഞ്ഞാ നിനക്കൊരു പെൺകുട്ടി ഉണ്ടായിട്ട് നീ സിനിമയിൽ അഭിനയിപ്പിക്കുമോ ഞാനൊന്ന് കാണട്ടെ. അതിപ്പോഴും മനസ്സിലുണ്ടായിരുന്നു ആ സമയത്ത്. അത് എനിക്ക് ഞാൻ സിനിമ ഭ്രാന്തല്ലേ ഉള്ളിൽ, അഭിനയമല്ല എൻ്റെ ഭ്രാന്ത് മുഴുവൻ. പക്ഷെ ബാക്കി എല്ലാത്തിലും ഉണ്ടാവുള്ളൂ. ഡ്രാമയിലും ഡാൻസിലും ഒക്കെ അഭിനയം, സ്കിറ്റ് എല്ലാത്തിലും ഉണ്ടാവും കേട്ടോ. മോണോ ആക്ട് എല്ലാത്തിനും ഞാൻ ഉണ്ടാവും. അന്ന് പറയാൻ പറ്റിയില്ലെങ്കിലും കാണിച്ചു അല്ലേ, പ്രവർത്തിച്ചു കാണിച്ചു. അതൊക്കെ അമ്മയ്ക്ക് സന്തോഷം. എലക്യൂഷൻ കോമ്പറ്റീഷൻ, റെസിറ്റേഷൻ കോമ്പറ്റീഷൻ, എല്ലാം മോണോ ആക്ട് എല്ലാത്തിനും സ്റ്റേജിൻ്റെ മുകളിൽ VM ഗേൾസ് ഹൈസ്കൂളിലാണ് ഞാൻ പഠിച്ചത്. എല്ലാ കോമ്പറ്റീഷനും റെഡി, ഡാൻസ് ഡ്രാമയ്ക്ക് റെഡി, മെയിൻ ക്യാരക്ടർ ഞാൻ. ഭയങ്കര രസമായിരുന്നു ആ കാലമൊക്കെ. പെർഫോമൻസ് ചെയ്യുന്നതിനൊന്നും കുഴപ്പമില്ല, സിനിമ പോലത്തെ ഒരു അറിയാത്തൊരു ആ കാലത്ത് നമ്മളെ സിനിമയ്ക്ക് അങ്ങനെ മദ്രാസിലല്ലേ സിനിമ മുഴുവൻ. പിന്നെ ആ കാലത്ത് ആകെക്കൂടി ഞാൻ അറിയണത് ഏറ്റവും ഭ്രമമുള്ള ആളുകൾ ഈ വൈജയന്തിമാലയും പത്മിനി, ലളിത പത്മിനി രാഗിണി. അയ്യോ ഞാൻ അത് കുറേ ഞാൻ എഴുതുമ്പോൾ മനുഷ്യന്റെ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, അതിനിപ്പോൾ റിലീസ് വരാൻ പോണം. അതിൽ ഞാനിത് എഴുതിയിട്ടുണ്ട്. പത്മിനിയോടൊക്കെ ഉള്ള എൻ്റെ ക്രേസൊക്കെ അയ്യോ എനിക്ക് ഭയങ്കര മോഹമായിരുന്നു അവരെ മാതിരി ആവാൻ. ഞാൻ കേട്ടിട്ടുണ്ട് നമ്മള് ഏതെങ്കിലും പേരൻസ് അവരെ മക്കളെ കഷ്ടപ്പെട്ട് ഒരുപാട് ഇപ്പൊ സ്പോർട്സുകാരാക്കുകയാണെങ്കിലും അതെ, ആർട്ടിസ്റ്റ് ആക്കുകയാണെങ്കിലും അതെ, പക്ഷെ ഈ പാരൻസ് ചെയ്യുന്നതൊക്കെ ഇവർക്ക് പൂർത്തിയാക്കാൻ പറ്റാത്ത അവരുടെ ആഗ്രഹമാണ് എന്ന് കേട്ടിട്ടുണ്ട്. അത് കറക്റ്റ് തന്നെയാണല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യ ചേച്ചിയുടെ ആഗ്രഹം മുഴുവൻ മനുഷ്യർ കൂടെ കിട്ടിയില്ലേ, എനിക്ക് എന്താ പിന്നെ വേണ്ട. അവിടെ അബദ്ധാണ് എനിക്ക്. ഞാൻ എപ്പോഴും അതാണ് എൻ്റെ എപ്പോഴും ഞാൻ വയ്ക്കുക. എൻ്റെ ആഗ്രഹങ്ങളെല്ലാം നടത്തി ഞാനത് അറിയാതെ പറഞ്ഞു പോയി. ആ കണ്ടന്റ് അതാണ് അബദ്ധം. നമുക്ക് മനുഷ്യന് എപ്പോൾ മനസ്സിൽ കണ്ടന്റ് എന്നുള്ള ഫീലിംഗ് വരരുത്. അപ്പം നമ്മളെ എന്തോ ഒരു ഓൾമൈറ്റി, ഏതോ ഒരു അൺസീൻ പവർ സ്റ്റാമ്പ് ചെയ്യും. എന്നും നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ അതിലേക്കുള്ളൊരു യാത്രയിലായിരിക്കണം അല്ലേ. നമ്മൾ കണ്ടന്റ്. ഞാൻ മോളെ കാര്യത്തിൽ ഭയങ്കര തൃപ്തിയായി പറയുമായിരുന്നു. അങ്ങനെ ഞാൻ പറയുമായിരുന്നു, നമ്മൾ പറയും. ഐ വാസ് ഹെർ ഫാൻ. ഞാൻ അവളുടെ പിന്നാലെ നിന്നിട്ട് എവിടെ നിൽക്കുമ്പോൾ ഞാൻ ക്ലിക്ക് ചെയ്യും ഫോട്ടോ. മറ്റേ ഞങ്ങളുടെ എൻ്റെ ക്യാമറയാണ്, എന്നിട്ട് ഡെവലപ്പ് ചെയ്ത് വെക്കും. ആ ഫോട്ടോസൊക്കെ എൻ്റെ ഇപ്പോഴും കിടക്കാം.